സാറേ, തടായി മലയിൽ 4-5 പേര് കോഴി പൊരിക്കണ്ടേ. ഈ എന്താടാ കാണിക്കുന്നത്? നാളെ നമുക്ക് ബീഫും കപ്പയാക്കിയാലോ? വേണ്ട, നല്ല ബോട്ടിട്ട് നോക്ക്, അതാ നല്ല. എന്താ സുദേവത്, മസാല ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നീ കണ്ട പെണ്ണൊക്കെ ചാറ്റിയല്ലേന്നോ? ഇത് നിനക്കാണ് പറ്റിയാല്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ ചാറ്റിംഗ് ഒന്നും നടക്കണില്ലല്ലോ. കുട്ടികളെ കയ്യിലല്ലോ എപ്പോഴും മൊബൈല്. തനിയെ ആ വെള്ളം എടുത്ത എന്നാ വിളിച്ചോ. എവിടേക്കാണോ നിങ്ങളൊക്കെ ഓടുന്നത്? ആ മൊബൈൽ എടുത്ത് എല്ലാവരും വിളിച്ച് വരാൻ പറഞ്ഞേ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പണി നോക്കേണ്ടി വരും. വേഗം നോക്ക്. ഒരൊറ്റൊന്നിനും മാസ്കും ഇല്ല. എടാ, നാട്ടിലെ കഥകളൊന്നും നിങ്ങൾക്ക് അറിയില്ലടാ. എന്താടാ നിങ്ങൾക്ക് ഇവിടെ പണി? ഒരൊറ്റൊന്നും രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. സാറേ, ഒരു അബദ്ധം പറ്റിയതാ. ആരെ ബുദ്ധിയടാ അത്? ചോദിച്ചു കേട്ടില്ലേ? സാറേ, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് ഇരുന്നപ്പോൾ ചെയ്തു പോയ സാറേ. പണിയൊന്നുമില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ഒരിക്കലും ആവർത്തിക്കില്ല സാർ. നിങ്ങൾക്ക് പണിയില്ലല്ലേ? എല്ലാവർക്കും പണി ഞാനാക്കി തരാം. ഇതിലെല്ലാവരുടെ പേരും നമ്പറും എഴുതി തരി. നമ്മുടെ നാട്ടിൽ കോവിഡ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാനുണ്ട്. നാളെ എല്ലാവരും സ്റ്റേഷനിൽ വരി. നിങ്ങൾക്ക് പണിയില്ലാന്നല്ലേ പറഞ്ഞേ? പണി ഞാൻ ശരിയാക്കി തരാം. ഇത് ചെറിയൊരു പണിഷ്മെൻ്റ് ആയി കൂട്ടിയാൽ മതി. എന്താണ് രാജ, എന്തൊരു കഷ്ടാണത്. പിന്നെ പേര് നമ്പറൊക്കെ ബുക്കിൽ എഴുതി. വരി വരി വരി, അകലം പാലിച്ചെന്നോളി. വരി വേണം, വരി വേണം. ഷിബ ഇരിക്കേ. ഓ,
ഇന്നിപ്പം നല്ല തിരക്കാണല്ലേ? അതൊന്നും ഇപ്പൊ പറയണ്ട മോളെ. രാജൻ വാക്സിൻ എടുത്തോ? ഒരു ഡോസ് എടുത്തിട്ടുണ്ട്. ആ ധൈര്യത്തിലുള്ള മാസ്ക് പറ്റേ താടിയിൽ വെച്ചോണ്ടാണ് നടത്തം. ആഹാ, വെക്കട്ടെ ഞാൻ. സെക്കൻഡ് ഡോസ് രണ്ടാളും കറക്റ്റ് ടൈമിന് എടുക്കണം കേട്ടോ, മറക്കരുതേ. ഓ, അരമണിക്കൂർ അവിടെ പോയിരിക്കണേ, തടവണ്ട കേട്ടോ. സിസ്റ്ററെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? 250 ആളെ കുത്തിയല്ല മോനെ, ഇനി മതി, ആവൂല. ഇതൊക്കെ പിന്നെ എന്നാ പഴയ കോലത്തിലാകാം, ആർക്കറിയാം. മുജീബേ, ആ ആ മരുന്ന് പാർവതിയമ്മൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താ. ആ രാജാ, എങ്ങോട്ടാ പോണേ? ഇതുപോലെ ഒന്ന് മതി നാട്ടില്. ഇവരൊരു കീറ്റും തേങ്ങാക്കോലി. ഇയാൾ ഈ കോവിഡ് നാട്ടിലൊക്കെ നടന്നു കൊടുക്കൂട്ടോ. അല്ലേ ചേച്ചിയെ, മില്ല് കൊണ്ടുപോവാറായോ? ഒരു വെയിലൂടെ കിട്ടിയാലേ കൊണ്ടുപോകാനാവും. അല്ല ഷീബേ, ഏട്ടനെ ഡോക്ടറെ കാണിച്ചോ? കണ്ട മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്വയം മരുന്നും വാങ്ങി 2 ദിവസമായി ചികിത്സ തുടങ്ങിയിട്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ പോണ്ടേ? ഞാൻ തോറ്റു. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അനുസരിക്കുന്ന ആളാണോ? ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ മെമ്പറെ വിളിച്ച് പറഞ്ഞാ പോരെ? ആ ശരിയാ ചേച്ചി. ആ മെമ്പറാണ്. ആണോ? ഇത്ര ആയിട്ട് ഡോക്ടർ ഒന്നും കാണിച്ചില്ല? ഞാൻ വണ്ടി ആയിട്ട് കൊണ്ടുവരാം. പറഞ്ഞു പതുക്കെ. ഓ, നമ്മളെ മെമ്പർ വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലോ. അല്ല, നമ്മുടെ രാജേട്ടൻ്റെ സ്ഥിതി എന്തായി? മെഡിക്കൽ കോളേജിലെ ആ കോവിഡ് വാർഡിലല്ലേ? അല്പം ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടത്. അല്ല, ചീബേച്ചി ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ടോ? ക്വാറന്റൈനിലൊക്കെ തന്നെയാണ്. ആഷിക്കേ, നമ്മളെ കോടുവാട് വർക്ക് ചെയ്യുന്ന ചന്ദ്രേട്ടൻ നമ്മൾ സൗമ്യ പറയണേ. ഏത് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജില്ലേ? ആ, നമ്മളെ സർക്കാർ പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവന്മാർ സ്വന്തം വീട്ടിലുള്ളവർക്ക് വൈറസ് കൊണ്ട് കൊടുത്തിട്ട് അതിൽ ചിലർ മരിക്കാറാവുമ്പോൾ ഓരോരുത്തരെങ്ങനെ ശപിക്കുന്നൊന്നും കണ്ടിരിക്കാൻ വയ്യാന്ന്. അസുഖം വന്നാൽ ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറവാണേ. ഏതായാലും ഓക്സിജൻ്റെ വിലയൊക്കെ ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താലേ രാജേട്ടൊക്കെ നടത്തിരിപ്പ് എന്തായിരുന്നു? അല്ല, എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ലെന്നിപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പര് മാസ്ക് ഇടൂല, ആ ശീബേച്ചി പറഞ്ഞും കേൾക്കൂല. ശീബേച്ചി എന്നല്ല ആര് പറഞ്ഞാലും കേൾക്കൂല. സർക്കാർ പറയുന്ന മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് വേണ്ടി നല്ലൊരു ബോധം വേണം. മോളെ, ശ്വാസം വലിച്ചേ, നല്ലോണം വലിക്ക്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 2 ദിവസമായി. 3 ദിവസം ഈ മരുന്ന് കഴിക്കുക കേട്ടോ. ഓ, സിസ്റ്ററെ, ഇതാണ് കുടിച്ചോളൂ.
ഇനി 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വല്ലതും കിട്ടുള്ളൂ. എന്തൊക്കെ ആയാലും രാജനെ ഡിസ്ചാർജ് ചെയ്യാനായല്ലോ. അതന്നെ. ഷീബേ, ഓ ഇതെന്നെ എടുത്തു വെച്ചോ. ആ ശരി കേട്ടോ. ഏതായാലും ഇപ്പം ഇന്ന് കൊടുക്കാനുള്ളതൊക്കെ ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞു. ഹാവ്, ഇനി കുറച്ച് ദിവസത്തേക്കൊന്നും ആലോചിക്കണ്ടല്ലോ, സമാധാനായി. സിസ്റ്ററെ, ഓ നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എനിക്ക്. ഇതൊക്കെ ഞങ്ങളെ ഡ്യൂട്ടി അല്ലേ. നിങ്ങൾക്ക് പോവാനുള്ള വണ്ടിയൊക്കെ റെഡിയായോ? ഓ, നിങ്ങളിവിടെ അഡ്മിറ്റ് ആയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് സുഖം പ്രാപിച്ചു വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല. പഴയ ആരോഗ്യം വീണ്ടെടുക്കാനായി നല്ല രീതിയിൽ വിശ്രമം ആവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും സമീകൃതമായി ഭക്ഷണം കഴിക്കുകയും വേണം. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാന്യത്തോടൊപ്പം തന്നെ പയറ്, പച്ചക്കറി, പഴവർഗ്ഗങ്ങളെല്ലാം കൂടുതലായി ഉൾപ്പെടുത്തണം. ആ പിന്നെ പഴയതുപോലെ കറങ്ങി നടക്കാനൊന്നും പോവരുത് കേട്ടോ. ഇല്ല ഡോക്ടറെ. ആരുടെയോ നിർബന്ധത്താൽ നിങ്ങളെടുത്ത 2 ഡോസ് വാക്സിനും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് മറക്കരുത്. നിങ്ങളുടെ ഈ അനുഭവം മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാവട്ടെ. ഏത് രോഗം വന്നാലും ആശ്വസിപ്പിക്കാൻ കൂടെ ആളുണ്ടാവും. കൊറോണ വന്നാൽ തീർത്തു ഒറ്റപ്പെട്ടു. ഈ സർക്കാരിൻ്റെ സേവനം ഇവരുടെയൊക്കെ സഹായം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താ?